ത്തിലെ തന്നെ എനിക്ക് ഞാനിങ്ങനെയാണ് ജനിച്ചത്. അതിൽ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല ആക്ച്വലി. എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. ഞാൻ ഒരു കൈയില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് അവരെന്നെ ഒന്നിനും മാറ്റി നിർത്തിയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള സൈക്ലിംഗ് ഒക്കെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് എന്നെ പഠിപ്പിച്ചു. അതുപോലെ നീന്തൽ പഠിപ്പിച്ചു. ഡ്രൈവിങ്ങും ശരിക്കും പ്രായമാവുന്നതിന് മുന്നേ എനിക്കെന്നെ ഒരു 15-ാം വയസ്സിൽ തന്നെ എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേരൻസ് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ ഡയറക്റ്റ്ലി തന്നെ ചോദിച്ചു, അതായത് യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ, അങ്ങനെ ഈ ജോലിക്ക് കയറുമ്പോൾ മോൾക്കറിയാലോ പെട്ടെന്നൊക്കെ യാത്ര ചെയ്യേണ്ടി വരും, അല്ലെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരും, അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഡയറക്റ്റ്ലി ചോദിച്ചപ്പോഴാണ് ഞാൻ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കൃഷിയിലൂടെ എന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ, ഇത്രയും കുറവുകളൊന്നും അറിയിക്കാതെ ഇത്രയും വരെ പഠിപ്പിച്ചു, വളർത്തി, എന്നെ പഠനം പൂർത്തിയാക്കി ഒരു ഭാഗത്ത് എത്തിച്ചിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക, നമ്മൾ ഒരു ജോലി മേടിച്ച് നമ്മുടെ പേരൻസിനെ ഒന്ന് പ്രൗഡാക്കുക, അവർക്കല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതുവരെ കോൾ വന്നത്. ഇങ്ങനെ ഉഷയിൽ നിന്നാണ്, ഇങ്ങനെ മോൾക്കിങ്ങനൊരു ഗിഫ്റ്റ് തന്നാൽ ഓക്കെ ആണോ എന്ന് ഇങ്ങോട്ടാണ് ചോദിച്ചത്. സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് എന്നറിയത്തില്ലാതെ നിൽക്കുന്നൊരു മൊമെൻ്റായിരുന്നു. മുമ്പിലൊന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ ഇത്രയേറെ അംഗീകാരങ്ങൾ കിട്ടുന്നത്, ഇത്രയേറെ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു, ഇത്ര ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക. സോഷ്യൽ മീഡിയയിൽ ഇത്ര സാധ്യതകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ തുടങ്ങി ഇതുപോലെ വൈറലായതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാനങ്ങനെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും സമൂഹത്തിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നത് ഇതിന് ശേഷമാണ്. ഓൾറെഡി നമ്മൾ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളൊരു ഇത് വന്നല്ലോ. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ, കൃഷി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല എന്നുള്ളൊരു കാര്യം പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും അതും ഒരു നല്ല പോയിന്റ് ആണല്ലോ. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി, കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലിയും നഷ്ടപ്പെട്ടു, കൈയും നഷ്ടപ്പെട്ടു, വീട്ടിലിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും എനിക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെ ശീലിച്ചുകൊണ്ട് ഞാൻ അതുമായിട്ട് അഡാപ്റ്റഡായി. പക്ഷേ അവരെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അങ്ങനെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു. ഓൾറെഡി ഏറ്റവും മോശാവസ്ഥയിലായിരുന്നു, മാനസികമായിട്ട് ഏറ്റവും മോശാവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര മോട്ടിവേഷനായി, ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഭയങ്കര പ്രയാസമാണ്. അതൊരു ബിസിനസ് കൂടെ ആകുമ്പം അതിലും ഭയങ്കര പ്രയാസമാണ്. വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടുള്ള അഞ്ജനയാണ് ഇന്ന് നമ്മളിപ്പോൾ വെൽക്കം ടു പ്രോഫിറ്റ് ന്യൂസിൻ്റെ. താങ്ക് യു. ഈ രണ്ട് കൈകളുള്ള ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ടഫറായിട്ടുള്ള ജോബാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് അതൊരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ബേസിക്കലി ഞാൻ എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബിസിനസ്സിനെ ഒരു ബിസിനസ്സിന് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഞാൻ പിന്നെ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് എംബ്രോയിഡറി ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അതെനിക്ക് കുറച്ച് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു കൈ ഉള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ എംബ്രോയിഡറി ടൈം കൺസ്യൂമിങ് ആണ്. സ്റ്റിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഈ കാണുന്ന പ്രേക്ഷകരോടായിട്ട് ചോദിക്കാം, എന്താണ് ആക്ച്വലി അഞ്ജനയ്ക്ക് സംഭവിച്ചതെന്ന് പറയാമോ? എനിക്ക് ബൈ ബർത്തിലെ തന്നെ ഞാനിങ്ങനെയാണ് ജനിച്ചത്. അതിൽ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല ആക്ച്വലി. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വരാനുള്ള വേറെ റീസണൊന്നുമില്ല. നോർമലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ജനിച്ചു. ഞാൻ വളർന്നു വന്നപ്പോഴാണേലും എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്കൂളിലൊന്നും അല്ല എന്നെ പഠിപ്പിച്ച്. നോർമലായിട്ടുള്ള ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി എന്ന ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ചതും ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നോർമലായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും കൂടെ നോർമലായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല. മാതാപിതാക്കളുടെ ഒരു ഇത് തന്നെയായിരുന്നു, നമ്മളൊരു ഡിഫറെൻറ്റ് സ്കൂളിൽ ചേർക്കേണ്ട, എല്ലാവരും ഈക്വലായിട്ട് തന്നെ കാണണം എന്നൊരു ഐഡിയ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞ പേഴ്സണലി ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണൽ സംസാരം എനിക്കും പണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നെ വേറെ പുറത്തൊരിടത്ത് നിർത്തി പഠിപ്പിക്കാൻ ഒരുപാട് പേര് അവരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ തീരുമാനമായിരുന്നു എന്നെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ പേരൻസിനോട് വലിയൊരു ബഹുമാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. ഞാൻ ഒരു കൈയില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് അവരെന്നെ ഒന്നിന്നും മാറ്റി നിർത്തിയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള സൈക്ലിംഗ് ഒക്കെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് എന്നെ പഠിപ്പിച്ചു. അതുപോലെ നീന്തൽ പഠിപ്പിച്ചു. ഡ്രൈവിങ്ങും ശരിക്കും പ്രായമാവുന്നതിന് മുന്നേ എന്നെ ഒരു 15-ാം വയസ്സിൽ തന്നെ എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേരൻസ് പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു പേരൻസ് അങ്ങനെ മോൾഡ് ചെയ്തെടുത്തതുകൊണ്ട് ഇപ്പോൾ ലൈഫിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് എനിക്ക് ആ ഒരു കാലത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാനൊരു കൃഷിക്കാരുടെ ഫാമിലിയിൽ എനിക്ക് ജനിക്കാൻ പറ്റി. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ നിന്ന് ഓരോ കൃഷികളിലും ഞാൻ അവരുടെ ഒപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടി കണ്ടും കേട്ടും ചെയ്തും പഠിച്ചു. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തേതായ മറ്റു ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമമായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ആ ഒരു അപരിചിതത്വം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും അറിയാം. സ്കൂളിലാണെങ്കിലും എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു ചോദ്യങ്ങളോ നോട്ടങ്ങളോ ഒന്നും എനിക്ക് ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ നേരിട്ടിട്ടില്ല. അതുപോലെ അവരുടെ ആ ഒരു വളർത്തു രീതി തന്നെയായിരിക്കും. എൻ്റെ അമ്മ ചെറുപ്പം മുതലേ പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കുട്ടി ഇപ്പോൾ ഒരു പ്ലാവില എടുത്ത് മറിച്ചിടാൻ വേണ്ടി പാകത്തിന് വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന പ്രായത്തിൽ അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കൊരു കൈ ഇല്ലാത്തത് കൊണ്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വ്യത്യാസം ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം എന്തുകൊണ്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ വന്നേ? അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എത്തിപ്പെട്ടതാണ് ശരിക്കും. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് MSW ആയിരുന്നു. എനിക്ക് MSW ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ജോലി തന്നെ ചെയ്യണം എന്നായിരുന്നു ഇഷ്ടം. കാരണം ആ ഒരു മേഖലയിൽ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നെപ്പോലുള്ളവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഞാൻ ആ കോഴ്സ് എടുത്തതും പഠിച്ചതും ഒക്കെ. പക്ഷേ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇങ്ങനൊരു വ്യത്യാസം ഉള്ളത് കൊണ്ട് ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം എല്ലാവരും എന്നെ അറിയാവുന്നവർ എന്നെ കാണുന്നത് പോലെയല്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യത്തിനും അങ്ങനെ ഒരു കൺസിഡറേഷൻ ഞാൻ എടുത്തിട്ടില്ല. MSWൻ്റെ ആ കോഴ്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ അകത്ത് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ അധികമില്ല. കൂടുതലും ഫീൽഡ് വർക്കുകളും അല്ലാത്ത കാര്യങ്ങളാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴാണ് തോന്നുന്നത് നിനക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എന്നോട് ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചൊക്കെ ഇറങ്ങിയത്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നേരിടേണ്ടി വരും എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. പക്ഷേ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ റിജക്ഷനൊക്കെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എന്തെങ്കിലും എൻ്റെ ഒരു ചെറിയൊരു ക്വാളിഫിക്കേഷൻ്റെ കുറവുകൊണ്ടായിരിക്കും, അല്ല അവരുദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി എനിക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നെ സെലക്ട് ചെയ്യാത്തത്, അടുത്തതിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ റിജക്ഷൻ ആയപ്പോൾ അന്നേരം ഞാൻ ചിന്തിക്കുന്നില്ല എനിക്കിങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവരെന്നെ സെലക്ട് ചെയ്യാത്തതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ ബോധേഡാവുന്നില്ല. കാരണം എനിക്കങ്ങനെ തോന്നൽ വരുന്നില്ല. പിന്നെ ഇതുപോലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ ഡയറക്റ്റ്ലി തന്നെ ചോദിച്ചു, അതായത് യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ, അങ്ങനെ ഈ ജോലിക്ക് കയറുമ്പോൾ നമ്മൾക്കറിയാലോ പെട്ടെന്നൊക്കെ യാത്ര ചെയ്യേണ്ടി വരും, അല്ലെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരും, അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഡയറക്റ്റ്ലി ചോദിച്ചപ്പോഴാണ് ഞാൻ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊരു ശരിയാണ്, അങ്ങനെ ആൾക്കാർ ചിന്തിക്കുള്ളൂ, കാരണം അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ല. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ റീസൺ മനസ്സിലായി, എനിക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഒരുപാട് ജോലികൾ കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ പിന്നീട് പറഞ്ഞ പോലെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനിതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആക്ച്വലി ഡൗൺ ആയി, എല്ലാവരുടെ ആഗ്രഹം കോഴ്സ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു.
ഒരുപാട് ശരിക്കും ഇതുപോലത്തെ ഒരു സ്പെഷ്യലായിട്ട് ഒരാളെ എന്നെ പോലെ ഒരാളെ എൻ്റെ പേരൻസ് കൃഷിയിലൂടെ എന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഇത്രയും കുറവുകളൊന്നും അറിയിക്കാതെ ഇത്രയും വരെ പഠിപ്പിച്ചു വളർത്തി എന്നെ പഠനം പൂർത്തിയാക്കി ഒരു ഭാഗത്ത് എത്തിച്ചിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക നമ്മൾ ഒരു ജോലി മേടിച്ച് നമ്മുടെ പേരൻസിനെ ഒന്ന് പ്രൗഡാക്കുക അവർക്കല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ നല്ല ഡൗൺ ആയി. കാരണം ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എല്ലാവരെയും പോലെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, ജോലി കിട്ടിയവന് ജോലി മേടിച്ച് അങ്ങനെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുമെന്നായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഇനി മുന്നിലേക്ക് എനിക്കൊന്നുമില്ല. മുമ്പിൽ ബ്ലാങ്കാണ്, ഇരുട്ടാണ്. ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ശരിക്കും ഡൗൺ ആയി. നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അത് ഓവർകം ചെയ്ത് എനിക്ക് വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഫ്രീ ടൈം കിട്ടുന്നതിൽ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യും. കൂടുതലും ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ കുറേ ചെയ്തു, വരയ്ക്കാൻ പഠിച്ചു, പിന്നെ പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ തുടങ്ങിയ എൻ്റെ ഒരു ഹോബി ആയിരുന്നു എംബ്രോയിഡറി. അതും വളരെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതുപോലെ എംബ്രോയിഡറി കണ്ടിട്ട് അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ അറിയാതെ തന്നെ വരച്ച് തന്നെത്താനെ തയ്ച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണ് എംബ്രോയിഡറിയിലേക്ക് ഞാൻ കടക്കുന്നത്. അതും ചെയ്ത് പഠിക്കുന്നത് അമ്മയുടെ പഴയ ഒരു ഉഷയുടെ തയ്യൽ മെഷീനിലാണ്. അതെ അതെ അപ്പം അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ തയ്ച്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലും അന്ന് ചിന്തിച്ചിരുന്നോ നമുക്കൊരു സ്ഥാപനം തുടങ്ങാം, അത് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായി മാറും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒട്ടും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് തയ്യൽ അറിയില്ല. ഞാൻ തയ്യലിനെ കുറിച്ച് ബേസിക് ആയിട്ട് പോലും ഞാൻ ഒരിടത്തും പോയി പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മച്ചി തയ്ക്കുമായിരുന്നു, സ്വന്തമായിട്ട് മാത്രം. പുറത്തേക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാറില്ല. അപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മച്ചിയുടെ അടുത്തുനിന്ന് ഞാൻ പോയി പഠിച്ചില്ല. ഞാൻ എൻ്റെ പഠിത്തമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്റ്റൽ ലൈഫ് അങ്ങനെ വേറൊരു ലൈഫായിരുന്നു. പിന്നെ ഞാൻ തന്നെത്താനെ എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തന്നെത്താനെ ചെയ്ത് തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് അറിയില്ല ഈ ഒരു രീതിയിലേക്ക് എത്തുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതുപോലെ ഞാനിതുപോലെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ എൻ്റെ ലൈഫ് പാർട്ണറാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ പേജ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ഞാൻ ചെയ്തു വെച്ച വർക്കുകളൊക്കെ ഇടാൻ തുടങ്ങിയത്. അന്നേരമാണ് ഇതുപോലെ സമൂഹത്തിന് ഇതുപോലെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ഒരു സാധ്യതയെക്കുറിച്ച് തിരിച്ചറിയുന്ന ആ ഒരു സമയത്താണ് ശരിക്കും. ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ വൈറലാവുന്നു. അതോടുകൂടിയാണ് ശരിക്കും ആ സിറ്റുവേഷൻ അങ്ങ് മാറുന്നത്. അപ്പോഴും വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ഇല്ലില്ല, ബ്രാൻഡായിട്ട് തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞുടുപ്പ് തയ്ച്ചിട്ട് ഞാൻ തന്നെ അതിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആൾക്ക് വേണ്ടിയൊന്നും തയ്ച്ചല്ല. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഐഡിയയിൽ തന്നെ തയ്ച്ച് അങ്ങനെ ചെയ്തിട്ട് ആ ഒരു വീഡിയോ ആയിരുന്നു ഇതുപോലെ ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായത്. ഒത്തിരി ഒരു 10 ലക്ഷം അധികം ആൾക്കാരിലേക്ക് എത്തിപ്പെടുകയും ഒത്തിരി പേര് ആ സമയത്ത് ചോദിച്ചു. അപ്പോഴാണ് ഇതിന് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് ഒത്തിരി പേര് ചോദിച്ചു. എനിക്ക് ആ ഒരു ലിസ്റ്റ് എടുക്കാൻ പോലും പറ്റിയില്ല ആ ഒരു സമയത്ത്. കാരണം അന്ന് അറിയില്ല അതിനെക്കുറിച്ച്, ഇത്രയും ഒരു സാധ്യതയുള്ളൊരു മേഖലയാണെന്നുള്ളതിനെക്കുറിച്ച് ആ സമയത്ത് അറിയില്ലായിരുന്നു. നമ്മളൊരു വീഡിയോ ഇട്ട് ഒരു വീഡിയോ വൈറലാവുന്നു, ഓക്കെ. പക്ഷെ നമ്മളത് പഠിച്ചിട്ടേ ഉള്ളൂ. അത് നമുക്കൊരു സംരംഭമായി സ്റ്റാർട്ട് ചെയ്യുക, ആൾക്കാർക്ക് ഓർഡർ എടുത്ത് ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെപ്പോഴാണ് അച്ചീവ് ചെയ്തത്? അത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഗ്രാജുവലി ഞാൻ ചെയ്ത് ഞാൻ കുറച്ചധികം എൻ്റെ ഡ്രസ്സിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സിലൊക്കെ ഒരുപാട് ചെയ്ത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലൊക്കെ ഞാൻ ചെയ്തെത്തി. സ്വന്തം ഡ്രസ്സിൽ ആദ്യം തെറ്റാണെങ്കിലും സ്വന്തം ഡ്രസ്സിലല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് പഠിച്ച് അത്യാവശ്യം ഞാൻ ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ വളരെ കുറച്ച് നാൾ അത്ര മോശമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഞങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്തത് അത്ര മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നെ അറിയാവുന്ന ഒരാളും ചെയ്ത് കണ്ടവരാണെങ്കിലും നല്ലതാണെന്നേ പറഞ്ഞിട്ടില്ല, അത്ര മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വലിയ കുഴപ്പമില്ലാതെ തന്നെ തുടക്കത്തിലെ മുതലേ തന്നെ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു ജീൻസിൽ ചെയ്തിട്ട് അത് കണ്ടിട്ട് ഇതുപോലെ ഒരാൾ ചോദിച്ചു, അദ്ദേഹം പറയുന്ന ഡിസൈനിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീൻസിൽ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഓക്കെ ആണെന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു, നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, നമുക്ക് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം.
ആ. അമ്മയുടെ പഴയ തയ്യൽ മെഷീൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഉഷയിൽ നിന്ന് തന്നെ വിളി വരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ആഹാ, ഒരു സ്വപ്നം പോലെയായിരുന്നു. റിയാലിറ്റി ആണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം അങ്ങനെ ഒരു ഹെൽപ്പ് വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു ഹെൽപ്പ് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഡ്രീം തന്നെയായിരുന്നു. സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലെ ഒരു കോൾ വന്നത്. ഇങ്ങനെ ഉഷയിൽ നിന്നാണ് ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്ന ഓക്കെ ആണോ എന്ന് ഇങ്ങോട്ടാണ് ചോദിച്ചത്. അത് കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു പുതിയ സ്വിങ് മെഷീൻ. അതെ അതെ, ഞാൻ അതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 60 കൊല്ലം എങ്കിലും, ഏറ്റവും മിനിമം 60 കൊല്ലം എങ്കിലും പഴക്കമുള്ളൊരു മെഷീനിലാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത്. അമ്മാമ്മയുടെ മെഷീനാണത്. അപ്പോൾ അമ്മാമ്മ അത് ഉപയോഗിച്ച് അതിൻ്റെ ഏകദേശം പണി തീരാറായതാണ്. തീരാറായ മെഷീനായിരുന്നു. അതിലാണ് ഞാൻ എന്നിട്ട് പിന്നീട് ഒത്തിരി നാളായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ സർവീസ് ചെയ്തെടുത്ത് അതിൽ തയ്ക്കുന്നു. അപ്പോഴും സർവീസ് ചെയ്തെടുത്തെങ്കിലും അത് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിലായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ തയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൂടാതെ ഇതെൻ്റെ കൺട്രോൾ നിൽക്കാത്തൊരു മെഷീനാണെങ്കിലും ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ തയ്ക്കുന്നതാണ്. അപ്പോഴാണ് ഇതുപോലൊരു കോള് വരുന്നത്. അപ്പോഴും എനിക്കൊരു ധാരണയില്ല അവരെങ്ങനത്തെ മെഷീനാണ് തരാൻ പോകുന്നത്. തയ്യൽ മെഷീനെ കുറിച്ച് തന്നെ ഞാൻ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടനുസരിച്ച് ഒരു തവണ അല്ല 2 തവണ അവർ തന്നു. ആദ്യം ഒരു ഗിഫ്റ്റ് തന്നു, അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ സ്മാർട്ടർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി മെഷീൻ തന്നു. അതായത് ഇപ്പം നമുക്ക് ആ മെഷീനിന്റെ ഡിസൈൻ സെറ്റ് ചെയ്താൽ തന്നെ തയ്ച്ചിരുന്നതാണ്. അത് എംബ്രോയിഡറി മെഷീനാണ്. എംബ്രോയിഡറി മെഷീനാണ് അത്. എനിക്ക് മുത്തൂറ്റിൻ്റെ CSR ഫണ്ട് കിട്ടി. അങ്ങനെ ആ ഒരു മെഷീൻ അങ്ങനെയും കൂടെ മേടിക്കാൻ പറ്റി. അപ്പോൾ അതിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എംബ്രോയിഡറി നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി തയ്ക്കാൻ വേണ്ടി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറച്ചും കൂടെ വർക്ക് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ആ ഒരു തവണ അല്ല 2 തവണ കിട്ടുമ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന വർക്കിന്റെ ഒരു അംഗീകാരമാണല്ലോ. അപ്പൊ ചിന്തിച്ചു നോക്കുമ്പോൾ ആ റിജക്ഷൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായ എല്ലാ റിജക്ഷൻസും ചിലപ്പം ബുള്ളിങ് ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിന് എത്ര സന്തോഷമായിരിക്കും ഇപ്പോൾ ഉള്ളത്. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് എന്നറിയത്തില്ലാതെ നിൽക്കുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. മുമ്പിലൊന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ ഇത്രയേറെ അംഗീകാരങ്ങൾ കിട്ടുന്നത്. ഇത്രയേറെ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക. എൻ്റെ പേരൻസിനെ എനിക്ക് മറ്റൊരു രീതിയിൽ എനിക്ക് പ്രൗഡാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. അതായിരുന്നു എൻ്റെ ആക്ച്വലി നെക്സ്റ്റ് ചോദ്യം. നേരത്തെ പറഞ്ഞ ചോദ്യമുണ്ട്, അതായത് ഒരു കാര്യമുണ്ട്, ജോലി കിട്ടി അവരെ പ്രൗഡാക്കണമെന്ന്. ഇപ്പോൾ എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത്? അവര് ശരിക്കും അവർ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനൊരു ലെവലിലേക്ക് എത്തുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും പേരാൽ അറിയപ്പെടുന്നുണ്ട്, ഈ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്കും ഒത്തിരി സന്തോഷം നൽകുന്നു. അത് എങ്ങനെ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു അഭിമാന നിമിഷം എന്നൊക്കെ പറയുന്നത് നിർവചിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട് ശരിക്കും. ഇപ്പം പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇടുന്നു, അതിൽ നിന്ന് ഒരു ഓർഡേഴ്സ് കിട്ടുന്നു. ആ ഒരു ബിസിനസ് സാധ്യത നേരത്തെ ചിന്തിച്ചിരുന്നു? ഇല്ല, ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്ര സാധ്യതകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. സോഷ്യൽ മീഡിയ തുടങ്ങി ഇതുപോലെ വൈറലായതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാനങ്ങനെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും സമൂഹത്തിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും സോഷ്യൽ മീഡിയനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ മാർക്കറ്റിംഗ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളിനോട് ഇപ്പം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഓൺടർപ്രണർ എന്നുള്ള ടേം ഇപ്പം വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഒരു സോഷ്യൽ മീഡിയ ഓൺടർപ്രണർ എന്ന രീതിയിൽ എന്തൊക്കെ സജഷൻസ് ആയിരിക്കും ഒരു ന്യൂ കമ്മറിന് കൊടുക്കുക? സോഷ്യൽ മീഡിയ ഓൺടർപ്രണർ ശരിക്കും ഞാനും ഒരു ന്യൂ കമ്മറാണ്. അപ്പോൾ ഞാനും ഓരോ കാര്യങ്ങളും ചെയ്താണ് പഠിച്ചു വരുന്നത്. അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അവരോട് പുതുതായിട്ട് പറയാനുള്ളത് നമ്മുടെ വലിയൊരു സാധ്യതയാണ് ശരിക്കും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് നടക്കുന്നത്. കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഫിസിക്കൽ ഷോപ്പിന്റെ നീഡില്ല. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി റെഡിയാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് എല്ലാ സാധ്യതകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പറ്റും. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറ്റും. അത് ഭയങ്കര ഫ്ലെക്സിബിളും ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഫ്ലെക്സിബിളും ആണ്. ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്കൊരു എക്സ്ക്യൂസോ തടസ്സമോ പറയാനൊന്നും ഇല്ല. ഇപ്പോൾ പറയുവാണെങ്കിൽ അത്രയും സാധ്യതകളുണ്ട് നമുക്ക് മുമ്പിൽ. അപ്പം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ഒരു ബിസിനസ്സുകാരിയായി മാറിയപ്പോൾ എന്താണ് ലൈഫിൽ വന്നൊരു മാറ്റം? അഞ്ജന എനിക്കൊന്ന് സ്വയമേ ഒരു ബിസിനസ്സുകാരി എന്നൊരു ടേമിലേക്ക് ആക്സെപ്റ്റഡ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടോ? അങ്ങനെ ചേഞ്ച് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ചെറിയ രീതിയിലേക്ക് വളരെ പതിയാണ് ഞാനൊരു ബിസിനസ്സുകാരി എന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ്. കാരണം ഓൾറെഡി ഞാൻ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു സൈഡിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോഴേ ആ ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ കൈൻഡ് ഓഫ് സാധനത്തിലേക്ക് കൂടെ ഒരു വ്ളോഗിങ് ടൈപ്പ് ഓഫ് സാധനത്തിലൂടെ വരുന്നുണ്ട്. കൃഷി കാണിക്കുന്നുണ്ട്, മറ്റേ എംബ്രോയിഡറി വർക്കും കാണിക്കുന്നുണ്ട്. അപ്പം ഒരു മൾട്ടിപ്പിൾ വേർഷൻസ് ആയി മാറുന്നുണ്ടോ, അതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. എനിക്ക് ഒരു മേഖലയിൽ തന്നെ എല്ലാ മേഖലയും എനിക്ക് വളർത്തിയെടുക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു മേഖലയിൽ തന്നെ നിൽക്കാനല്ല എനിക്ക് താല്പര്യം. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓൾറെഡി നമ്മൾ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളൊരു ഇത് വന്നല്ലോ. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ, കൃഷി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല എന്നുള്ളൊരു കാര്യം പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും അതും ഒരു നല്ല പോയിന്റ് ആണല്ലോ. അപ്പോൾ ഞാൻ അതും ഉദ്ദേശിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ കൃഷി എനിക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഒപ്പം തന്നെ ബിസിനസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഇതുപോലെ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പേടിച്ചോ അല്ലെങ്കിൽ മടിച്ചോ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഒരു മാതൃകയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവരിറങ്ങുവാണെങ്കിൽ അതിനൊരു കാരണമാകാൻ ഞാനൊരു കാരണമാകുവാണെങ്കിൽ അതെനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ കാണില്ലേ? ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോസ് ഇടുന്നത് അതിലേറ്റവും അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സന്തോഷം തരുന്ന ഒരു ഫോൺ കോൾ ഉണ്ടോ? ശരിക്കും ഒരുപാട് പേരുണ്ട്. അതായത് പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള പേരൻസ് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെറിയ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി, കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലിയും നഷ്ടപ്പെട്ടു, കൈ നഷ്ടപ്പെട്ടു, വീട്ടിലിരിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും എനിക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെ ശീലിച്ചുകൊണ്ട് ഞാൻ അതുമായിട്ട് അഡാപ്റ്റഡ് ആയി. പക്ഷേ അവരെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അങ്ങനെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു. ഓൾറെഡി ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു, മാനസികമായിട്ട് ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര മോട്ടിവേഷനായി, ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ആക്ച്വലി ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ MSW ചെയ്ത് ജോലി അങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ ഒരു പാഷനേറ്റ് ആയിട്ട് നിന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇപ്പോൾ എങ്ങനെയോ അതിൻ്റെ ഒരു വേറെ വേർഷൻ അഞ്ജനയിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം അതൊരു റൗണ്ട് സർക്കിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. ഒരുപാട് പേര്, അതായത് ഞാൻ MSW എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ജോലിയായിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഞാനൊരു മാതൃകയായിട്ടും കൂടെ കാണിച്ചു കൊടുക്കുവാണ് എൻ്റെ റിയൽ ലൈഫ് വെച്ചിട്ട്. അപ്പോൾ അത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. ഒരേ സമയം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ ലൈഫ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഓൺട്രപ്രണറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഒരു മാറ്റം വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന ബ്രാൻഡിൽ വരുത്താൻ താല്പര്യമുള്ളത്? ബ്രാൻഡിൽ എനിക്ക് ഓഫ് കോഴ്സ് നല്ലൊരു സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ട്. അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തണം. അപ്പോൾ എന്നെപ്പോലുള്ളവർ ഇതുപോലെ സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത്, ചെറുതായിട്ട് വർക്ക് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ കുറച്ചും കൂടെ എൻ്റെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യണം, മെൻ്റലി അവരെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഇതുപോലെ ഫിസിക്കലി ഹെൽപ്പ് ചെയ്യണം. അങ്ങനത്തെ കുറച്ചധികം ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റേജിലേക്ക് എത്താറായോ? എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു വിഷൻ പറഞ്ഞാൽ ആഫ്റ്റർ 5 years വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ത് സ്റ്റേജിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം? അത്യാവശ്യം നല്ലൊരു യൂണിറ്റ്, നല്ലൊരു ബിഗ് ആയിട്ടുള്ളൊരു യൂണിറ്റ്, അതിൽ ഇതുപോലെ എന്നെപ്പോലുള്ളവരെയും അല്ലാത്തവരെയും എല്ലാവരും എനിക്ക് ആഡ് ചെയ്ത് നല്ലൊരു യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ എനിക്ക് വേൾഡ് വൈഡ് എനിക്ക് അറിയപ്പെടണം എന്നുള്ളത്
എനിക്കറിയപ്പെടുക എന്നതിനേക്കാളുപരി നമ്മുടെ ബ്രാൻഡ് അതുവഴി എന്നെ പോലുള്ളവർ അങ്ങനെയുള്ളവരെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കുക, അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കുക, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അഞ്ജനയെ കാണുമ്പോഴാണെങ്കിലും അഞ്ജനയുടെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ലൈഫിൽ ഉണ്ടാക്കിയതിൻ്റെ യാതൊരു സാധനങ്ങളും ഫേസിലോ കാണത്തില്ല, വീഡിയോസിലും കാണാറില്ല. എങ്ങനെ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അയ്യോ, ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ മേ ബി എൻ്റെ സറൗണ്ടിങ്സ് ആയിരിക്കാം. എൻ്റെ പേരൻസ്, എന്നെ വളർത്തിയ എൻ്റെ പേരൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ് അവരെനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ്റെ ലൈഫ് പാർട്ണർ. അദ്ദേഹവും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഞാൻ അല്ലാത്തൊരു വ്യക്തി ഇതിനു മുന്നേ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ ഈ ചിരിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിന് മുന്നേ മറ്റൊരു വേർഷൻ എനിക്കുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള, ഒരുപാട് ഒതുങ്ങിയിരുന്ന, സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും ഒരു ഹെൽപ്പ് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതിരുന്ന ഒരു അഞ്ജന ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയുമാണ് എന്നെ ഇപ്പോൾ എന്നെ ഇരുത്തുന്നത്, എന്നെ ഇത്ര പോസിറ്റീവായിട്ട് ഇരുത്തുന്നത് തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ളവർ തന്നെയാണ്. ഈ ജീവിതത്തിലെ ഇതുവരെയുള്ള ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എന്താണെന്ന് അറിയാം? ഇതുവരെ പഠിച്ചൊരു പാഠം, ജീവിതം പഠിപ്പിച്ചൊരു പാഠം, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് തനിയെ മാറിപ്പോകും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെടുക്കണം, വിജയിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ തനിയെ അത് അലിഞ്ഞില്ലാതാകും. ആ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ എല്ലാ കാര്യങ്ങളും റെഡിയായി വരും. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായത്. ഞാൻ ഒരു 3 സ്റ്റേജ് പറയാം. അതായത് അഞ്ജനയുടെ ലൈഫിലുള്ള 3 സ്റ്റേജ്. ആ സ്റ്റേജിലുള്ള അഞ്ജനയോട് ഒരു സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുകയാണെങ്കിൽ എന്ത് പറയാമെന്ന് പറയണം. ഒന്നാമത്തെ സ്റ്റേജ് കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ കൂട്ടുകാരെ കളിയാക്കി എപ്പോഴെങ്കിലും ബുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷമിച്ച് നിൽക്കുന്ന അഞ്ജനയോട് ഇപ്പോഴത്തെ അഞ്ജന എന്ത് പറയും? ആക്ച്വലി ചെറുപ്പത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട, ഒരു വിഷമിച്ച് നിൽക്കുന്ന ഇങ്ങനൊരു കാര്യം ഇതില്ലല്ലോ, ഇങ്ങനെ പ്രത്യേകത എൻ്റെ ശരീരത്തിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന, എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുള്ള ആ അഞ്ജലിയോട് പറയുകയാണെങ്കിൽ? തോറ്റു കൊടുക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക, നിനക്ക് വേണ്ടി ഒരു വിജയം ഇരിപ്പുണ്ട്, അത് ഇടയ്ക്ക് വെച്ച് നീ തളർന്ന് വീണു പോകരുത്, ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി മത്സരിച്ചുകൊണ്ടേ ഇരിക്കുക, ചുറ്റുമുള്ളതൊന്നും നോക്കരുത്, നീ വ്യത്യസ്തയാണ്, നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്, ഒരു വിജയമുണ്ട്, ഒരു സക്സസ് ഉണ്ട്, അതിലേക്ക് എത്തിപ്പെടുക, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിച്ച് പഠിച്ച MSW പലതരം റിജക്ഷൻസ് അതിൽ നിന്നുണ്ടാവുന്നു. ആ റിജക്ഷൻസ് കേട്ട് ഫേസ് ചെയ്ത അഞ്ജനയോട് ഇപ്പം എന്ത് പറയും? എല്ലാവർക്കും ഒരു സമയമുണ്ട്, ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്, അതിനുവേണ്ടി നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് ആ ഒരു ടൈം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ആ ഒരു കാര്യത്തിന്, അതായത് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സ്റ്റേജ്, ഏറ്റവും നല്ല യങ് ആയിട്ടുള്ള ഏജ്, ആ ഒരു സ്റ്റേജിൽ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നു എന്നുള്ളതായിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും നല്ല ജോലിക്ക് കയറി നല്ലൊരു ലൈഫിലേക്ക് കടന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം, അത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയമുണ്ട്, അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിലേക്ക്, അല്ലെ ആ ഒരു സക്സസ്സിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മളിന്ന് പ്രിപ്പയർ ആക്കണം. ആ ഒരു ടൈം കൊണ്ട് ആ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ആ ഒരു ടൈം. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ക്ഷമയോടുകൂടി. ഇപ്പം ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വൺ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാം എന്ന് ചിന്തിക്കുമല്ലോ, ആ ഒരു സമയമുണ്ടല്ലോ, എടുക്കുന്ന ഡിസിഷൻ ശരിയാണെന്നൊരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. ചിലപ്പം എടുക്കണോ വേണ്ടയോ ഒരു കൺഫ്യൂഷൻ കാണും. ആ സ്റ്റേജിലുള്ള അഞ്ജനയോട് ഇപ്പോഴത്തെ അഞ്ജന എന്താ പറയും? കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് വേണ്ടി ഒരു വഴി അവിടെ ഉണ്ട്, ആ വഴി വെട്ടി തെളിച്ച് മുന്നോട്ട് പോവുക, അത്ര പറയാനുള്ളൂ. ഇപ്പം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അംഗീകാരങ്ങൾ ഭയങ്കര ഒരു എനർജി ബൂസ്റ്ററാണ്. അപ്പം അങ്ങനത്തെ അംഗീകാരങ്ങൾ, അവാർഡ്സ് കിട്ടുമ്പോൾ എന്താ ഫീല്?
ഞാൻ പഠിക്കണ കാലഘട്ടങ്ങളിലൊന്നും ഇതുപോലത്തെ അവാർഡുകൾ ഒരു സ്റ്റേജിൽ മേടിച്ചിട്ടില്ല. ഓക്കെ. ഞാൻ ഒരു ട്രോഫിയോ അല്ലെങ്കിൽ ഒരു മെഡലോ മേടിക്കുന്നത് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് എത്തിയതിന് ശേഷമാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ട്രോഫിയൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ഞാനും ഓർക്കുമായിരുന്നു പണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ പഠിത്തത്തിലെങ്കിലും എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ മേടിക്കും. ഞാൻ ഒരു തരത്തിലുള്ള അങ്ങനത്തെ അംഗീകാരങ്ങൾ മേടിക്കുകയോ അല്ലെങ്കിൽ പഠിത്തത്തിൽ മിടിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുമുള്ള കഴിവുകളോ ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന എനിക്കും ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ ഇത്ര അംഗീകാരങ്ങൾ നേടാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയം ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം സ്റ്റേ പോസിറ്റീവ്, നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടാതെ ഇരിക്കില്ല. എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയില്ല, പക്ഷെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് ദൈവത്തിന് നന്ദി. എത്രമാത്രം ഹാപ്പിയാണ് ഇപ്പോൾ? ഒരുപാട്. അത് പറഞ്ഞാലും എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ആ ഒരു എൻ്റെ ആ ഒരു എത്രത്തോളം ഞാൻ ഹാപ്പി ആണെന്നുള്ളത്. കാരണം ഒരു ഒരു തരത്തിലുമുള്ള മുമ്പിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ എക്സൈറ്റഡുമാണ്. അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഓക്കെ. ഇപ്പം ജീവിതത്തിൽ ഇപ്പം ഇൻ്റർവ്യൂവിൽ തന്നെ 2 തവണ പറഞ്ഞു ലൈഫ് പാർട്ട്ണറെ പറ്റി. അപ്പം ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുക? എനിക്ക് പറയുവാണെങ്കിൽ എനിക്കൊരു എൻ്റെ വലതുകൈ കിട്ടിയതുപോലെ എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് അത്രയേറെ എല്ലാ കാര്യത്തിലും മെൻ്റലി ഫിസിക്കലി എല്ലാ കാര്യത്തിലും കുറച്ചും കൂടെ നേരത്തെ എനിക്ക് ആ ഒരു പാർട്ണറെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചില സമയത്തെങ്കിലും ആലോചിക്കാറുണ്ട്. നമുക്ക് കിട്ടിയതിന് ശേഷം ഞാൻ മെൻ്റലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫ് പാർട്ണർ എനിക്ക് അത്രയേറെ എന്നെ മെൻ്റലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ MSW കഴിഞ്ഞെങ്കിലും ഞാൻ കുറച്ചും കൂടെ ഞാൻ ഇതുപോലെ നേരെ നിന്ന് സംസാരിക്കാൻ പോലും, ഒരാളുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ സംസാരിക്കാൻ പോലും ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. അതിനുള്ളൊരു കോൺഫിഡൻസ് പോലും ഇല്ലാതിരുന്ന എന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ലൈഫ് പാർട്ണറും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് 50 എന്ന് പറയാൻ പറ്റില്ല, 100% തന്നെയാണ്. നമുക്ക് നമ്മൾ പറയും, നമ്മൾ പേരൻസ് ആണെങ്കിലും നമ്മുടെ ലൈഫ് പാർട്ണർ ആണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു താങ്ക് യു പറയുകയാണെങ്കിൽ ലൈഫ് പാർട്ണറോട് എന്തായിരിക്കും പറയുക? ലൈഫ് പാർട്ണർ പേരോട് പറഞ്ഞോളൂ. പേരെന്താണ്? ആൽവിൻ. ആൽവിൻ. അപ്പം ലൈഫ് പാർട്ണറോട് താങ്ക്സ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? താങ്ക്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെപ്പോലൊരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന്, കൂടെ നിന്നതിന്, ഇപ്പോഴും കൂടെ നിൽക്കുന്നതിന്, ഇനിയും മുന്നോട്ടുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന് ഒരുപാട് താങ്ക് യു. അതും പറയുകയാണെങ്കിൽ എന്താ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരുപാട് താങ്ക് യു. എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് പറയാൻ അറിയില്ല. ഓക്കെ. ലാസ്റ്റ്ലി നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു പരിമിതി നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തടസ്സം നമുക്ക് വരുമ്പം നമ്മൾ ഭയങ്കര ഡൗൺ ആവാനാണ് ശ്രമിക്കുക. പക്ഷേ ഇപ്പം അതിനെ ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരു ബിസിനസ് ഒരു ഓൺടർപ്രണറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരോ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്കാണെങ്കിൽ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കുക? ഒരു ടിപ്പ് പറയാം. ഇങ്ങനെ ഒരു റിജക്ഷൻസ് ഫേസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറ്റി ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന ആൾക്ക് ഒരു ഓൺടർപ്രണർ എന്തായിരിക്കും ഒരു ടിപ്പ് കൊടുക്കുക? ഫെയിലിയേഴ്സ് അത് കോമൺ ആണ്. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാനത് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പം വീഡിയോ ഇടുന്നു, ഓർഡേഴ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് തന്ന അല്ലെങ്കിൽ ഒരു ഞെട്ടിച്ച ഒരു ഓർഡർ ഉണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും, വിളിച്ച് വർക്ക് നല്ലതാണ് എനിക്കിവിടെ ചെയ്തു തരുമോ എന്ന് ചോദിച്ച ഒരാളുണ്ടോ? അങ്ങനെ ആളുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് തുടക്കത്തിലെ സമയത്തായിരുന്നു, പക്ഷെ എനിക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ആരാണ്? അതുകൊണ്ട് ഇല്ല, ഞാനിവിടെ ആ പേര് ഞാൻ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതൊരു ഫിലിം സ്റ്റാർ ആയിരുന്നു, ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു, പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ പേര് ഇതുവരെ ഒരിടത്തും വെളിപ്പെടുത്തി. അപ്പം എപ്പോഴെങ്കിലും ഇനി നമുക്ക് ചെയ്യാം, ഇപ്പം ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
ആക്ച്വലി ഞാൻ ഓൾറെഡി മിനിസ്റ്റേഴ്സിനൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2-3 പേർക്ക്. ഓക്കെ. പിന്നെ എനിക്കിതുപോലെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന് എനിക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലൊരു സാഹചര്യം വന്നപ്പോൾ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചിട്ടുള്ള അതൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇനി ഒരുപാട് പേർക്ക് പ്ലാൻ ഉണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ തിങ്ക് ചെയ്യുക, ഒരു വിഷ്വലൈസ് ചെയ്യുക, ആ. 100 എംബ്രോയിഡറി ഒരു 100 crore വാല്യുവേഷനുള്ള ഒരു കമ്പനിയായി മാറുന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ വെക്കുന്നു. ഉം. ഉം. ആരെയായിരിക്കും ചൂസ് ചെയ്യുക? തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് പാർട്ണറായിരിക്കും. ഞാനിങ്ങനെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ, സോറി. അങ്ങനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാനും എൻ്റെ പാർട്ണറും കൂടിയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ഇനി ഞാൻ ആലോചിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു.